കേസും സങ്കീർണമായി തോന്നിയിട്ടില്ലെന്ന് വിരമിച്ച സുപ്രീംകോടതി ജഡ്ജി CT രവികുമാർ 24-നോട്. അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയുടെ പരാമർശത്തിൽ ആ വിഷയം കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൊളീജിയം ഇടപെട്ടിട്ടുണ്ട്. പൊതുജനങ്ങളെ സംബന്ധിക്കുന്ന ഏത് വിധി വന്നാലും അതിൽ ക്രിയാത്മകമായ വിമർശനങ്ങൾ ഉണ്ടാകണമെന്നും CT രവികുമാർ പറഞ്ഞു. അച്യുതൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. വിരമിച്ച സുപ്രീംകോടതി ജഡ്ജി CT രവികുമാർ ഇപ്പോൾ 24-നോടൊപ്പം ചേരുന്നു. സർ, അങ്ങനെ 3 വർഷം സുപ്രീംകോടതി ജഡ്ജിയായി ഉള്ള കാലയളവ് എങ്ങനെയാണ് ഈ നിമിഷം ഓർത്തെടുക്കുന്നത്? സത്യം പറഞ്ഞാൽ ഹൈക്കോടതി ജഡ്ജിയായിട്ട് വിരമിക്കുമെന്ന് വിചാരിച്ചിരുന്നു. വിരമിക്കുവാൻ ഏകദേശം ഒരു 5 മാസം ഉള്ള സമയത്താണ് ചീഫ് ജസ്റ്റിസ് NV രമണ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറി വിളിച്ചിട്ട് പറയുന്നു ചീഫ് സംസാരിക്കുന്നു. അപ്പോൾ അപ്പോഴാണ് അറിയുന്നത്. അപ്പോഴും അദ്ദേഹം പറഞ്ഞത് യെസ് വി കൺസിഡേർഡ് യു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എവിടെ ആയിരുന്നു എന്നറിയില്ല. ചീഫ് ജസ്റ്റിസായിട്ട് വേറെ വല്ല സ്റ്റേറ്റിലാണോ എന്നറിയില്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവിടെയാണ്. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിലൊക്കെ ഉത്തരവ് പറയുക, അതൊക്കെ ഒരു വളരെ പ്രയാസമേറിയ ഒരു കാര്യമല്ലേ? ഒന്ന് സങ്കീർണം എന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം കേസുകളിലൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇതിൽ പറഞ്ഞതുപോലെ തന്നെ ഏത് കേസിലും പ്രധാനം നമ്മൾ അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ നമ്മൾ തീരുമാനിക്കേണ്ട വിഷയം എന്താണ്, ഏതൊക്കെ ചോദ്യങ്ങളാണ് എന്ന് ആദ്യം കണ്ടുപിടിക്കുക. തന്നെ ഏത് നിയമത്തിന്റെ പരിധിയിലാണ് അത് വരിക എന്ന് കണ്ടുപിടിക്കുക. അതിന്റെ തരത്തിലുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇവിടെയാണോ ഒരു ദുഃഖമുള്ളത്, അതായത് വേറെവർ ദർ ഇസ് എനി ഗ്രീവൻസ്, അതിനൊക്കെ ഒരു റെമഡി ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ വരില്ല ഇതിനകത്ത്. ഈ അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയുടെ ഒരു പരാമർശം, അപ്പം അങ്ങനെയുള്ള പരാമർശങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് ജുഡീഷ്യറിയുടെ ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കൊക്കെ പോകാറുണ്ട്. അത്തരം പരാമർശങ്ങൾ വേണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും താങ്കളുടെ മുൻപിൽ ശ്രദ്ധയപ്പെടുന്ന ഒരു വിഷയം കൂടി ആയതുകൊണ്ട് അങ്ങനെയൊക്കെ ഏതെങ്കിലും അഭിപ്രായമുണ്ടോ? ആദ്യം മനസ്സിലാക്കേണ്ടത് അത് അങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ആർക്കാണോ അത് കൈകാര്യം ചെയ്യാൻ അധികാരമുള്ളത് അവർ അധികാരത്തെ ഉപയോഗിച്ച് അത് ചെയ്തിട്ടുണ്ട്. അത് കൊളീജിയം വെച്ചാണ്. അതിലൊരു അഭിപ്രായം ഞാൻ പറയേണ്ട ആവശ്യമില്ല. മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് തന്നെ ട്രോളുകളെ പറ്റി, അതായത് പല സംഭവങ്ങളുണ്ടാകുമ്പോൾ ചീഫ് ജസ്റ്റിസ് തന്നെ ട്രോളുന്ന ഒരു സാഹചര്യം. അപ്പോൾ അതൊക്കെ അദ്ദേഹം കൗതുകത്തോടു കൂടിയായിരുന്നു പ്രതികരിച്ചത്. അപ്പം ഈ ട്രോളുകൾ, അതുപോലെ തന്നെ ചില ഈ സൈബർ അറ്റാക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അതിലൊരു മെസ്സേജ് എന്ന രീതിയിൽ, ഒരു സന്ദേശം എന്ന രീതിയിൽ എന്താണ്? ട്രോളുകളെ കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞു. പിന്നെ ആ ഒരു കാര്യത്തിൽ ഞാൻ അതിട്ട് ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്ക് ആകെ പറയാനുള്ളത്, പൊതുജനങ്ങളെ സംബന്ധിക്കുന്ന ഏത് വിധി വന്നാലും ആ വിധി ക്രിയാത്മകമായിട്ട് വിമർശിക്കപ്പെടണം. ജീവിത കാലയളവിൽ ഇതുവരെ നേരിട്ട പ്രയാസങ്ങളും അതിനോടൊപ്പം തന്നെ ജഡ്ജിയായിരുന്ന കാലയളവിൽ നേരിട്ട കേസുകളുടെ അനുഭവങ്ങളുമാണ് ഇപ്പോൾ സുപ്രീം കോടതി മുൻ ജഡ്ജി CT രവികുമാർ 24-നോട് പങ്കുവച്ചിരിക്കുന്നത്. ക്യാമറമാൻ ആശിഷ് മട്ടുവിനോടൊപ്പം അച്യുതൻ, 24 ഡൽഹി.